ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇന്നൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. ഐറോപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ സ്കൂൾ ഏകദേശം 8 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴത്തേക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് നേരത്തെ എണീക്കാറുണ്ട്. അപ്പോൾ രാവിലത്തെ അവളുടെ ടിഫിൻ ബോക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. മുന്നേ ഞാൻ ഒരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് വലുതായി പോയ പോലെ എനിക്കൊരു ഫീൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ടിഫിൻ ബോക്സ് ആണ് കേട്ടോ ഇത്. വരുമ്പോൾ ഇത്ര നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കൈ കിട്ടിയപ്പോഴാണ് ഇത് അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ ആൾക്കാർക്കൊക്കെ ലഞ്ച് കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ്. ഇങ്ങനൊരു ബാഗും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു കിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഐറോന് ഞങ്ങൾ ഓൾറെഡി മാച്ചിങ് ആയിട്ടുള്ള കിറ്റ് വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു ബോക്സല്ല, ആ ഒരു ബാഗിൻ്റെ ആവശ്യം അവൾക്കില്ല കേട്ടോ. അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും എൻ്റെ ചെറിയ കിച്ചണാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, മറ്റേ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈറ്റ് ആയിട്ടുള്ള കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ കിച്ചണിന്നാണ് കുക്ക് ചെയ്യാറുള്ളത് കൂടുതലായിട്ടും. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു ദോശ ബാറ്ററാണ് കേട്ടോ ഇത് അടിപൊളിയാണ്. ഞാൻ കുറേ അധികം ദോശ ബാറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സഗി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ അടിപൊളിയായിട്ടുള്ള ദോശ ബാറ്ററാണ് കേട്ടോ. നിങ്ങൾ ഇഡ്ഡലിക്ക് ഇങ്ങനെ സോഫ്റ്റ് പോലെ ഉണ്ടാവും, സോഫ്റ്റ് പൂ പോലത്തെ ഇഡ്ഡലി നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളിപ്പം കൂടുതലായിട്ടും ഈ സഗീൻ്റെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ മാത്രമേ എനിക്കുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മയാണ് കേട്ടോ ചെയ്യുക. അമ്മ ഈ ടൈമിലാണ് നാമൊക്കെ ജപിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ഐറോന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് തന്നെ ഞാനാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കണം. അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് അവളുടെ ലഞ്ച് ബോക്സ് എന്തായാലും ഞാൻ പാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഈ ഒരു മണിക്കൂറത്തെ പണി മാത്രമേ എനിക്ക് ഉണ്ടാവാറുള്ളൂ, അത് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ റെസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പുതിയ ഫേസ് ഓഫ് ലൈഫാണിത് എന്ന് തന്നെ പറയാം. ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ മുന്നേ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു പാരൻറ്റ്ഹുഡ് ഫീൽ എനിക്ക് ഇപ്പോഴാണ് സത്യത്തിൽ വരുന്നത്. പിന്നെ ഞാൻ ഇന്ന് അവൾക്ക് കൊടുത്തു വിട്ടത് പൊടി ഇഡ്ഡലിയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ രാവിലെ ഇഡ്ഡലിയും അതേപോലെ ചട്നിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഈ ചട്നിപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ചട്നിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ രാവിലെ അവൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുത്ത് എനിക്കിങ്ങനെയാണെങ്കിൽ റെഡി ആക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അവളിങ്ങനെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അവളെ റെഡി ആക്കുക, അവൾക്ക് കളർഫുള്ളായിട്ടുള്ള ടിഫിൻ ബോക്സ് കൊടുക്കുക, ഇതൊക്കെയായിരുന്നു അവളെ സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ റെഡിയാക്കി വിടുന്നത്. പിന്നെ ആണെങ്കിലും സ്കൂളിൽ പോകാൻ ഒട്ടും മടിയില്ലാത്ത ഒരാളാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുക എന്നൊക്കെ പറയുന്നത്. വീട്ടിലിരിക്കാനാണ് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത്. അതിനുശേഷം ഞാൻ റൂമിലേക്ക് വന്ന് എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ പോകുന്ന തിരക്കിൽ എല്ലാം വാരി വലിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടാവുക. പിന്നെയാണ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടാവാറില്ല. പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റെ മീ ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. എൻ്റെ മുടിയൊക്കെ ചീകി വൃത്തിയാക്കുക, അങ്ങനത്തെ കുറച്ച് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ചായ കുടിക്കുക, അതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനാണെന്ന് തന്നെ പറയാം. എനിക്ക് ചായ മസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കും. ആ ടൈമിലാണ് ഞാൻ എൻ്റെ ചായയൊക്കെ കുടിക്കുന്നത് കേട്ടോ. ചായ മാത്രമേ ഞാൻ മെയിൻലി രാവിലെ കഴിക്കാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറവാണ് ഞാൻ കഴിക്കുന്നത്. നല്ലതല്ല എന്നറിയാം, പക്ഷേ എനിക്കത് ഭയങ്കര ശീലമായി. പിന്നെ ഞാനിപ്പം സ്ഥിരമായിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒരു മെയിൻ ആളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്, നാൽപ്പാമരാതി തൈലം. ഇതിന് ഒരുപാട് റിവ്യൂസൊക്കെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ജെനുവിൻ റിവ്യൂ പറയുകയാണെങ്കിൽ ഇത് ചില ആൾക്കാരുടെ സ്കിന്നിന് പറ്റും, ചില ആൾക്കാരുടെ സ്കിന്നിന് പറ്റില്ല. എൻ്റെ സ്കിന്നിന് എന്തായാലും ഇത് അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഞാനത് കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നന്നായിട്ട് നമ്മളെ സ്കിന്നിലുള്ള ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് ചിലപ്പം പിമ്പിൾസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. എനിക്ക് ഇടയ്ക്ക് പിമ്പിൾസ് വരും കുറേ യൂസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ റിസൾട്ട് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. നമ്മൾ ടാനൊക്കെ നന്നായിട്ട് കുറയ്ക്കും, പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറച്ചിട്ട് ഒരു ഈവൻ സ്കിൻ ടോൺ നമുക്ക് കിട്ടാനും അതേപോലെ നല്ലൊരു ഗ്ലോ നമ്മളെ സ്കിന്നിൽ കൊണ്ടുവരാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ.
പിന്നെ അത്യാവശ്യം കുറച്ച് നേരം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, ഭയങ്കര റിസൾട്ട് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നന്നായിട്ട് നമ്മൾ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ചും കയ്യിലൊക്കെ നമുക്ക് നല്ലൊരു റേഡിയൻറ്റ് ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാവരും അങ്ങനെ യൂസ് ചെയ്യണ്ട. നിങ്ങളൊന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. ചില ആൾക്കാർക്ക് ഇത് സ്കിന്ന് ഡാർക്കൻ ആവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യുക, എന്നിട്ട് മാത്രം യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യും. എൻ്റെ ലിപ്സ് കണ്ടോ നിങ്ങൾ, ഭയങ്കര ഡ്രൈ ആയിട്ട് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു കുട്ടി സ്കിൻ കെയർ ചെയ്യൂട്ടോ. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷുഗറിൻ്റെ ലിപ് ബാമാണ്. പക്ഷേ ഇത് എൻ്റെ ലിപ്സ് കുറച്ചും കൂടി ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഒരു 1 വീക്കും കൂടി യൂസ് ചെയ്തിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്തോ ഭയങ്കര ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ കാണുമ്പോഴത്തേക്കും ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുന്ന പോലെയും തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ചെറിയൊരു ടിൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. പിന്നെ ഈ കളർ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഡാർക്കാണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ അത് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു കുട്ടി വീഡിയോ ആണ്, ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആവട്ടെ നമ്മളെ പുതിയ സ്റ്റാർട്ടെന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ, സീ യു ആൻഡ് ടേക്ക് കെയർ.